നമ്മുടെ ഫോണിൽ നമ്മൾ ഒരുപാട് കോണ്ടാക്റ്റ് സേവ് ചെയ്യും. പല കോണ്ടാക്റ്റുകളും നമ്മൾ പ്രത്യേകം സേവ് ചെയ്ത് വെക്കും. ഇങ്ങനെ കോണ്ടാക്റ്റ് സേവ് ചെയ്യുന്നേരം നമുക്ക് ഉപകാരപ്പെടുന്ന 2-3 അടിപൊളി ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. എന്തൊക്കെയാണ് സംഭവങ്ങൾ? നമുക്ക് നേരെ കോണ്ടാക്റ്റ് തുറക്കാം. ഞാൻ ഇപ്പോൾ കോൾ ലോക്കാണ് തുറക്കുന്നത്. കോൾ ലോഗിൽ എനിക്ക് ലാസ്റ്റ് വന്ന ഈ നമ്പർ അതെനിക്ക് സേവ് ചെയ്യണം. അതിനെന്താ ചെയ്യുക? 2 രീതിയിലെടുക്കുക. ഒന്നാമത്തത് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ കോണ്ടാക്റ്റ് എന്ന് കിട്ടും. ഓരോ ഫോണിലും അതിൻ്റെ ലൊക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം താഴെയാ കാണിക്കുക, അല്ലെങ്കിൽ മേലെയാ കാണിക്കുക. അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഈ സൈഡിൽ ഒരു വട്ടക്കണ്ണിൻ്റെ ഉള്ളിൽ ഒരു ഐ, അതിലൊന്ന് ഞെക്കുക. ചില ഫോണിൽ ഏറോ മാർക്ക് ഉണ്ടാകുക കേട്ടോ. ആ ഏറോ മാർക്കിൽ ഞെക്കിയാൽ മതി. ഏറോ മാർക്കിൽ ഞെക്കിയാൽ ഇവിടെ നമ്മളെ കോൾ ലോഗ് ഒക്കെ കാണിക്കും. ആ നമ്പറിൽ നിന്ന് വന്ന കോളുകളൊക്കെ ഇവിടെ കാണിക്കും. മിസ്ഡ് കോളൊക്കെ കാണിക്കും. താഴെ ഉണ്ടാവും ക്രിയേറ്റ് ന്യൂ കോണ്ടാക്റ്റ്. ചില ഫോണിൽ ഓപ്ഷൻ വ്യത്യാസം ഉണ്ടാവും. മേലെ 3 ഡോട്ട് അല്ലെങ്കിൽ താഴെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താലേ കിട്ടുക, ഒരു പ്ലസ് ഐക്കണോട് കൂടി. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് ഇവിടെ വരിക. ഒന്നാമത് ഈ കോണ്ടാക്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കതിനൊരു പ്രൊഫൈൽ ഫോട്ടോ കൊടുക്കാം. അതിന് നമ്മൾ ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഫോട്ടോ നമുക്ക് ക്യാമറയിൽ കൂടെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മളെ ഗ്യാലറിയിൽ നിന്ന് ചൂസ് ഫ്രം ഗ്യാലറി എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാനൊരു ഫോട്ടോ അവിടെ സെലക്ട് ചെയ്യട്ടെ. ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്ത് മേലെ ടിക്ക് മാർക്ക് കൊടുത്താൽ ആ ഫോട്ടോ അവിടെ വന്ന്. ഇനി രണ്ടാമത്തെ, നമുക്ക് ഈ കോണ്ടാക്റ്റ് ഗൂഗിളിൽ സേവ് ചെയ്യണം. അതായത് ഇത് നഷ്ടപ്പെടാണ്ട് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ, ഫോണിൽ മാത്രമല്ല നമ്മളെ ഫോൺ മാറിക്കഴിഞ്ഞാലും ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സേവ് ചെയ്ത് വെക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? ഇവിടെ മേലെ പ്രൊഫൈൽ ഐക്കണിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും സേവ് ടു ഫോൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഒരു ഏറോ മാർക്ക് ഉണ്ടാവും. ആ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ കാണിക്കും. അതിലേത് അക്കൗണ്ടിലേക്കാണോ സേവ് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഗൂഗിൾ അക്കൗണ്ടിലാണ് ഡയറക്റ്റ് അത് സേവ് ആകുക. ഇനി ചില കോണ്ടാക്റ്റ് നമുക്ക് ഭാവിയിൽ വേണ്ട, തൽക്കാലം സേവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത് ആ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോണിനുള്ളത് സെലക്ട് ചെയ്താൽ നമുക്ക് ഫോണിൽ തന്നെ അത് സേവ് ആകും. അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കിയാൽ അങ്ങ് പോവുകയും ചെയ്യും. ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ചെയ്താൽ ഫോണിൽ നിന്ന് നമ്മൾ ഡിലീറ്റ് ആക്കിയാലും ഗൂഗിൾ അക്കൗണ്ടിൽ അവിടെ സേവ് ആയിട്ടുണ്ടാവും. 2 സംഭവം തീർന്നോ? ശേഷം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഞാനിതിന് ഒരു പേര് കൊടുക്കുകയാണ്. പേരവിടെ സേവായി. ഇനി നമ്മളെ കോണ്ടാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫൈൽ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കണ്ടുപിടിക്കാനാവും. നമുക്ക് കോണ്ടാക്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. കോണ്ടാക്റ്റ് എടുത്താൽ ആ പേര് നമ്മൾ സേവ് ചെയ്ത ആ പേരിൻ്റെ അവിടെ നിങ്ങൾക്ക് ആ പ്രൊഫൈൽ ഐക്കണും കാണാം. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യേണ്ട ഒരു നമ്പറാണിത്. അപ്പം കോണ്ടാക്ട് ലിസ്റ്റ് പോയിട്ടൊന്നും എടുക്കാനാകില്ല. അന്നേരം നമുക്ക് എളുപ്പത്തിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇത് നമുക്കൊരു ഷോർട്ട് കട്ടാക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ ഐ ബട്ടണിൽ അല്ലെങ്കിൽ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ഷോർട്ട് കട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ചില ഫോണിൽ ആഡ് ടു ഹോം സ്ക്രീൻ ഉണ്ടാകുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോൾ പോകണോ അല്ല മെസ്സേജ് പോകണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അല്ല കോണ്ടാക്റ്റ് കാണണമെന്നുള്ള നമുക്ക് കോൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് നമ്മളെ ഹോം സ്ക്രീനിൽ വരും. അതെങ്ങനെ നോക്കുക? നമ്മൾ കാണുന്നുണ്ടോ? ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ പോലെ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആയി ആ പ്രൊഫൈൽ പിക്ചറോട് കൂടി. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ നമ്പറിലേക്ക് കോൾ പോകും. അടിപൊളി പരിപാടിയല്ലേ? ഇനി അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളെ കോൾ ലോഗിൽ ഒരുപാട് നമ്പറുകൾ ഉണ്ടാവും. ഇങ്ങോട്ട് വന്നോ, അങ്ങോട്ട് പോയോ, മിസ്സായോ, മിസ് കോള്, അതും ഇതെല്ലാം ഒരുപാടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഡിലേറ്റ് ആക്കണം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നും ഡിലേറ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്തത് നോക്കി ഓരോന്നിങ്ങനെ ഡിലേറ്റ് ചെയ്യാം. എന്നാൽ എല്ലാം കൂടി ഒന്നിച്ച് ഡിലേറ്റ് ചെയ്യണമെങ്കിലോ അതിന് ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിലേറ്റ് എൻട്രീസ് എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ടത് ഏതൊക്കെയാണോ അതൊക്കെ കൂടി സെലക്ട് ചെയ്യുക. എല്ലാം കൂടി ഒന്നിച്ച് വേണമെങ്കിൽ സെലക്ട് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലേറ്റ് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഡിലേറ്റ് ആക്കുന്നില്ല കേട്ടോ, കാണിച്ചു തന്നാൽ. അങ്ങനെ ഡിലേറ്റ് ആക്കി കഴിഞ്ഞാൽ കോൾ ലോഗിലുള്ള മുഴുവൻ നമ്പറുകളും നമുക്ക് ഒറ്റ ക്ലിക്കിൽ ഡിലേറ്റ് ആക്കാം. അപ്പോൾ നമ്മളെ കോൺടാക്റ്റിലുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.